ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ എനിക്ക് അവസരം തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് കേൾക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പ്രിയപ്പെട്ടവരായ അനുദിന വചന കേൾവിക്ക് തൽപരരായ എൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്ക് ദൈവം അവസരം തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മെ തന്നെ കാണുവാൻ കണ്ണാടി പോലെ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നതിനായി, അത് പ്രയോജനപ്പെടുന്നതിനായി നമുക്കൊരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും ചെയ്യാം. ഇത്ര നല്ല വചനത്തിനായി, ഇത്ര നല്ല ദൈവത്തിനായി, ഇത്ര നല്ല പ്രകാശനങ്ങൾക്കായി, ഇത്ര കണ്ട് നമ്മെ വചനം കൊണ്ട് അലങ്കരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്നതിന് നിങ്ങളോട് വീണ്ടും എൻ്റെ വിനീതമായ കൃതജ്ഞതയും നന്ദിയും വന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തിരുവെഴുത്തിലെ 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-ന്റെ 30-ാം വാക്യവും 32-ാം വാക്യവും ഞാൻ നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. 32-ാമത്തെ വാക്യം, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴിയിലെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. 18-ാം സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങളാണ് വായിച്ചത്. 2 വാക്യങ്ങളും വഴി എന്ന വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ്. വേദപുസ്തകത്തിനകത്ത് അനേക വിഷയങ്ങളുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ആയിരക്കണക്കിന് വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വിശുദ്ധ ബൈബിൾ. ഏതെങ്കിലും ഒരു പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ദൈവശാസ്ത്രപരമായി അങ്ങനൊരു വാക്കിലേക്കൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷേ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സാധുവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും സമ്പന്നനാണെങ്കിലും മനുഷ്യർ അഭിമുഖീകരിക്കുന്ന, മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട 10,000 വിഷയങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് വിശുദ്ധ ബൈബിൾ. അതിലൊരു വിഷയമാണ് വഴി എന്ന വിഷയം. അതിനെ ഒരു വലിയ പുസ്തകം എഴുതി തീർത്താൽ കഴിയാതെ വണ്ണം വിശദീകരിക്കാൻ കഴിയുന്ന ആഴങ്ങളുള്ളതാണ് വഴി എന്ന വിഷയം. ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമാണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ് ദൈവത്തിൻ്റെ വഴികൾ എന്ന വിഷയം. ആ വിഷയത്തെ പൂർണ്ണമായിട്ടൊന്നും പറഞ്ഞു ബോധിപ്പിക്കുവാൻ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നില്ല. ഈ വാക്യങ്ങൾ ദാവീദ് രാജാവ് 18-ാം സങ്കീർത്തനം തൻ്റെ അനുഭവ സങ്കീർത്തനമായിട്ട് രചിക്കുകയാണ്. തനിക്ക് ചെയ്ത ഉപകാരങ്ങൾ, ഇങ്ങനൊരു ദൈവത്തെ ജീവിതത്തിൽ ആരാധ്യനായി, വീണ്ടെടുപ്പുകാരനായി, അപ്പനായി ദൈവമായ കർത്താവിനെ ലഭിച്ചതിന് ദാവീദ് ദൈവത്തോട് നന്ദി പറയുന്ന എത്രയോ വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾക്കകത്തുണ്ട്. ഒരു ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, പിതാവായി, വീണ്ടെടുപ്പുകാരനായി, രക്ഷകനായി, സൗഖ്യദായകനായി, പരിചയായി, പലകയായി, പാറയായി, കോട്ടയായി, സങ്കേതമായി, മരുന്നായി, വൈദ്യനായി, ഇടയനായി, അവർണ്ണനീയം. ദാവീദിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് അവർണ്ണനീയമാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും വാചാലനായാലും എഴുതിയാലും പാടിയാലും ഒന്നും തീരാതെ വണ്ണം ദൈവം ദാവീദിന് ആരാണ്, അല്ല എനിക്കും നിങ്ങൾക്കും ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എൻ്റെ ആരാധനാമൂർത്തിയാണെന്നോ ഇഷ്ടദൈവമാണെന്നോ ഒന്നും പറഞ്ഞാൽ ഒതുങ്ങില്ല. അതുപോലെ ദൈവം എല്ലാമാണ്. ഏതൊരു സാഹചര്യത്തിലും ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ജീവിതത്തിലായിത്തീർന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തെ ആരാധ്യനായി ലഭിച്ചതിലുള്ള സന്തോഷ പ്രകടനമാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ ഒട്ടുമിക്കവാറും ഒക്കെ ചെയ്തിരിക്കുന്നത്. 18-ാം സങ്കീർത്തനം അങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊരുപാട് നിർമ്മല സത്യങ്ങൾ, പരമാർത്ഥങ്ങൾ, മറ്റുള്ളവർക്ക് ഗുണമാകാൻ സാക്ഷ്യമെന്ന വണ്ണം സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ 18-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന വസ്തുതകൾ, ഒരുപാട് വസ്തുതകളിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, 30-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. 32-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ഈ വാക്യത്തെ നമുക്കൊരു പ്രഭാഷണ രീതിയിൽ ഒന്ന് വകയിരുത്തി വിലയിരുത്തിയാൽ വിവിധ രീതിയിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ചിന്തിക്കാം. അത്രയും വിശാലമാക്കാൻ എനിക്ക് നിർവാഹമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി വിഭജിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഒന്ന്, എൻ്റെ വഴി, ദൈവത്തിൻ്റെ വഴി എന്നിങ്ങനെ 2 കാര്യങ്ങൾ ഈ വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. മനുഷ്യന് മനുഷ്യൻ്റേതായ വഴി എല്ലാ കാലത്തും ഉണ്ട്.
അത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പറയുന്നവനും യേശുക്രിസ്തുവിൻ്റെ രക്ഷകനെ ആരുമാകട്ടെ, ഈ ഭൂമിയിൽ ജന്മം കിട്ടിയ സ്ഥിതിക്ക് അവനവൻ്റേതായിരിക്കുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയി നശിച്ചവരുണ്ട്. വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വഴി ചിലപ്പോൾ മനുഷ്യന് ചൊവ്വായി തോന്നും തുടക്കത്തിലൊക്കെ, അതിൻ്റെ അവസാനം നാശമാണ്. എത്രയോ പേര് ആരും പറഞ്ഞാൽ കേൾക്കാതെ അവനവൻ്റെ വഴിയിലൂടെ പോയി എങ്ങും എത്താതെ തീർന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഒന്നുണ്ട്. അതുതന്നെയാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അവനവൻ്റെ വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഒന്ന് മാറി നടക്കുക. സുവിശേഷം പറയുന്ന ഒരാളുടെ ഉദ്ദേശം അതേ ഉള്ളൂ. നിർമ്മലമായ സുവിശേഷവുമായി നിങ്ങളെ സന്ധിക്കുന്ന ഒരാൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ സഭയിൽ ചേര്, നിങ്ങളുടെ സഭയിൽ ചേര്, എൻ്റെ കൂടെ വാ, ഇതൊക്കെ ഒരു ശൈലിയായിരിക്കാം. പക്ഷേ സത്യസന്ധമായ സുവിശേഷം, നീ പോകുന്ന നിൻ്റെ വഴി അപകടമായിരിക്കാം. അതിൽ നിന്ന് ദൈവമൊരുക്കിയ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ കൈപിടിച്ചൊന്ന് മാറ്റി നടത്തിയാൽ സുവിശേഷകൻ്റെ ദൗത്യം തീർന്നു. പിന്നെ ആ വഴിയിലൂടെ നടന്ന് നാം ചെന്നെത്തുന്നത് വേദപുസ്തകം വിഭാവന ചെയ്യുന്ന നിത്യതയിലും ദൈവസന്നിധിയിലൊക്കെ ആയിരിക്കാം. അവിടേക്ക് ഞാൻ അതും ആ വിധത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്യം സമർത്ഥിക്കുന്നു, മനുഷ്യന് മനുഷ്യൻ്റേതായ വഴിയുണ്ട്, ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴിയുണ്ട്. 2, മനുഷ്യൻ്റെ വഴിയിലെല്ലാം കുറവുണ്ട്. ഇവിടെ ഒരു വലിയ മനുഷ്യൻ പറയുക, എൻ്റെ വഴിയിൽ കുറവുകളുണ്ടായിരുന്നു. അത് സമ്മതിക്കാനൊരു മനസ്സ്. ഇവിടെ മുതൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പതുക്കെ ഇങ്ങനെ തൊടുക. അത് സമ്മതിക്കാൻ, നിങ്ങൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മോനാണെങ്കിലും മോളാണെങ്കിലും പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും നിങ്ങൾ മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും അതൊന്ന് സമ്മതിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് ആര് തയ്യാറാകും? അതാണ് രക്ഷപ്പെടലിൻ്റെ ഒരുപക്ഷെ തുടക്കമെന്ന് പറയാം. ഇവിടെ ഈ മനുഷ്യൻ പറയുന്നു, എൻ്റെ വഴിയിൽ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഒരുപാട് കുറവുകൾ. എൻ്റെ വഴിയിലൊന്നും ഒരു കുറവുമില്ല. ഞാനാണ് കുറ്റക്കാരൻ, മറ്റൊരാണ് കുറ്റക്കാരൻ. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതല്ലേ ഇത്? എൻ്റെ വഴിയെല്ലാം പെർഫെക്റ്റ്, അപ്പുറത്ത് നിൽക്കുന്നവരുടെ വഴിയെല്ലാം ചീത്ത എന്ന് പറഞ്ഞ് പഠിച്ചവനല്ലേ നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മഹാനായ മനുഷ്യൻ ഒരു കാര്യം ഈ സങ്കീർത്തനത്തിൽ സമ്മതിക്കുക, എനിക്കറിയില്ലായിരുന്നു എൻ്റെ പൈതൃകമായ വഴികൾ. ആ വഴികൾ ഒത്തിരി കുറവുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, എൻ്റെ വഴിയിലെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അത് സമ്മതിക്കാൻ പറ്റി. അതിലുപരി ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഏറ്റവും അധികം ഞാൻ ഉത്സാഹിക്കുന്ന കാര്യം, ഈ സങ്കീർത്തനത്തിൽ എൻ്റെ വഴി കുറവുണ്ട്, കുറ്റവും കുറവില്ലാത്ത ആരാണ് എന്ന് ചോദിച്ച് ആയുസ് തീർക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനല്ല ഈ 2 വാക്യങ്ങൾ വായിച്ചത്. പിന്നെയോ, ദാവീദിനൊരു ദൈവത്തെ കിട്ടി, പാടാനും പുകഴ്ത്താനും വർണ്ണിക്കാനും ആരാധിക്കാനല്ല. ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം ഇവിടെ എഴുതുന്നത്. 30, 31, 32 നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ 2 വാചകങ്ങൾ അതിൽ നിന്ന് എടുത്തുന്നുള്ളൂ, നിങ്ങൾ വായിക്കണം. അതിനകത്ത് തൻ്റെ ദൈവത്തെക്കുറിച്ച് താൻ പറയുക, എൻ്റെ കുറവുകൾക്കെല്ലാം എണ്ണി എണ്ണി ശിക്ഷ തരാൻ അധികാരമുള്ളവനാ ദൈവം. പക്ഷെ എൻ്റെ ആരാധ്യനായ ദൈവം എൻ്റെ കുറവുകൾ എണ്ണി നോക്കിയിട്ട് അതിനെന്നെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. എൻ്റെ കുറവുകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട്, നിനക്കിങ്ങനെ കുറവുണ്ട്, നീയാണോ സ്വത്രം പറഞ്ഞ് നടക്കുന്നത്, നീയാണോ അനുഗ്രഹം തേടി നടക്കുന്നത് എന്ന് ചോദിക്കാൻ, വിരൽ ചൂണ്ടി എൻ്റെ കുറ്റങ്ങൾ എൻ്റെ ചങ്കിന് നേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിവുള്ളവനാ ദൈവം. പക്ഷെ ദൈവം അതല്ല ചെയ്തത്. എൻ്റെ കുറവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ വേണമെങ്കിൽ വെളിപ്പെടുത്താൻ, പ്രാർത്ഥിക്കാൻ വന്നവരോ പ്രവചിക്കാൻ വന്നവരുടെയൊക്കെ മുമ്പിൽ ഈ കുറ്റങ്ങളൊക്കെ കുറവുകളൊക്കെ വെളിപ്പെടുത്താൻ നാഥാൻ പ്രവാചകനൊക്കെ വന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ കുറവുകളും എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ നടുവിൽ വെളിപ്പെടുത്താൻ വന്നവനുമല്ല എൻ്റെ ദൈവം. എന്നെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായ എന്നിൽ കുറേ കുറവുകളുണ്ടെന്ന്. ഗോലിയാത്തിനെയൊക്കെ കൊന്ന് അധികാരത്തിലേക്ക് വരാനുള്ളൊരു ലക്ഷണമൊക്കെ ഒത്തപ്പോഴാണ് എന്നെ അടിമുടി പരിശോധിച്ചപ്പോൾ ആരോണ്ടൊക്കെ പറഞ്ഞു, അയ്യോ ഇവനാണോ, ഇവൻ മറ്റവൻ്റെ മോനല്ലേ, ഇവൻ ഇന്നവനല്ലേ, ഇവൻ ആരാന്ന് നമുക്കറിയാം. ഇതൊക്കെയല്ലേ ലോകം ചെയ്യുന്നത്.
അങ്ങനെ എന്നിൽ കുറച്ച് കുറവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ ഇട്ടിട്ട് പോയവനല്ല എൻ്റെ ദൈവം. പിന്നെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം തീർത്ത് തന്ന് അങ്ങനെയല്ല അതൊക്കെ എഴുതിയത്. എൻ്റെ ദൈവത്തിൻ്റെ വഴികൾ കുറവില്ലാത്ത വഴികൾ. എൻ്റെ കുറവുള്ള വഴികളിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ച് എന്നെ മാറ്റി നടത്തി കുറവില്ലാത്ത വഴിയിലൂടെ എന്നെ തികഞ്ഞവനാക്കിയ ദൈവമാണ് എൻ്റെ ദൈവം. ഇത് പറയാൻ അയാൾ ഈ 18-ാം സങ്കീർത്തനത്തിൻ്റെ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചത്. സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞു വന്നതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ ചിന്തിച്ചോ? ഒരു ദൈവമുണ്ട്, എന്നും കുറ്റം പറയുന്ന, എന്നും ചെയ്തു പോയ കാര്യങ്ങളിൽ, വഴിയിൽ വന്നുപോയ വിഷയങ്ങളിൽ അത് പറഞ്ഞ് ഹൃദയത്തെ വൃണിതമാക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, ഒരുപക്ഷേ കിടക്കമുറിയിൽ പോലും ആ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് നൊമ്പരപ്പെടുത്തുന്ന പലരുമുള്ള ഈ ലോകത്ത് എൻ്റെ വഴിയിലെ കുറവുകൾ തീർത്ത്, ആ കുറവുകൾ നിമിത്തം എന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത, എന്നെ കുറവ് തീർത്ത് ദൈവത്തിൻ്റെ കുറവില്ലാത്ത വഴിയിലൂടെ നടത്തുന്ന ഈ നല്ല ദൈവത്തെ നിങ്ങളറിയാതെ പോകരുത്. ഈ ദൈവത്തോട് പറ, എൻ്റെ വഴിയിൽ ഒത്തിരി കുറവുണ്ട്. നിങ്ങൾ 25കാരനോ 55കാരനോ എത്ര ആയിക്കോട്ടെ, ഞാൻ നടന്നു വന്ന വഴിയിൽ, എൻ്റെ പാരമ്പര്യം എന്നെ ചൂണ്ടിക്കാണിച്ച വഴിയിൽ ഒത്തിരി കുറവുകളുണ്ട്. ഈ വഴിയിലൂടെ പോകുമ്പോഴെല്ലാം കുറവുകൾ എന്നെ ശരിക്കും ബാധിക്കുന്നു. അങ്ങേക്ക് ഒരു കുറവുമില്ലാത്ത വഴിയുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ആ വഴിയിലൂടെ നടത്ത് ഇനിയെങ്കിലും എന്ന് ദൈവത്തോട് പറയാൻ, പ്രാർത്ഥിക്കാൻ, കരയാൻ, സമർപ്പിക്കാൻ മനസ്സുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇത് ഈ മാസാവസാന ദിവസങ്ങളാണ്. ഈ ലാസ്റ്റ് വീക്കെൻഡ്, ഈ മാസത്തിൻ്റെ അടുത്ത മാസം പുതുവഴികളിലൂടെ ദൈവം നിങ്ങളെ നടത്തട്ടെ, നിങ്ങളുടെ മക്കളെ നടത്തട്ടെ. കൊച്ചുങ്ങളോട് പറ, ഈ സന്ദേശം ഒന്ന് അയച്ചു കൊടുത്തിട്ട് പറ. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറ, നിൻ്റെ വഴിയിലല്ല കുറവുള്ളത്, വഴികളിൽ കുറവില്ലാത്തൊരു ദൈവമുണ്ട്. ആ വഴിയിലേക്ക് നിന്നെ മാറ്റി നടത്തും, നീ രക്ഷപ്പെടും. നിങ്ങൾ സുവിശേഷീകരണത്തിൽ പങ്കാളി കൂടെയാകുക. ആരോടെങ്കിലുമൊക്കെ പറ, ചങ്ക് പിളർന്നൊരുവനൊരു വഴി തുറന്നിട്ടുണ്ട്, ഞാൻ തന്നെ ആ വഴിയെന്ന് പറഞ്ഞവൻ. അത് ചൂണ്ടിക്കാണിക്കുക. രക്ഷപ്പെടട്ടെ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹത്തിൻ്റെ അധിപതിയെ, വഴിയായവനെ, ഞങ്ങളുടെ വഴിയിലെ കുറവുകൾ തീർക്കുന്നവനെ, ആ കുറവുകളെല്ലാം തീർത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് കുറവില്ലാത്ത വഴികളിലൂടെ അക്കരെ നാട്ടിലെത്തിക്കുവോളം കൂടെ ഇരിക്കുന്ന നല്ല വഴികാട്ടിയെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ രക്ഷിക്കണം. ഇത് കേട്ട് ആരെങ്കിലും കണ്ണ് നിറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ അവർക്കിത് അനുഗ്രഹമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.